മക്കളില്ലാതെ വിഷമിച്ച പഞ്ചാല രാജാവ് ദ്രുപദന് മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ആദ്യമുണ്ടായ പുത്രിയാണ് ശിഖണ്ഡിനി. ഈ പുത്രിയെ കൊടുത്തപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഇപ്പൊ പെൺകുട്ടിയാണെന്നുള്ളൂ, കുറെ കാലം കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഒരു പുരുഷനായി തീരും എന്ന് പറഞ്ഞു. കാര്യം ഇത് കേട്ടപ്പോൾ ദ്രുപദന് അല്പം പേടിയൊക്കെ തോന്നി. അതുകൊണ്ട് നാളെ ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ച് ഇപ്പൊ തന്നെ ഇദ്ദേഹം ആരെയും അറിയിക്കാതെ ഈ പെൺകുട്ടിയെ ആൺകുട്ടിയായി വളർത്തി കൊണ്ടുവന്നു. രാജ്യത്തെ എല്ലാവരും വിചാരിച്ചു തങ്ങളുടെ രാജാവിന് ഒരു പുത്രനാണ് ഉണ്ടായത് എന്ന്. ശിഖണ്ഡി എന്ന് പേര് കൊടുത്തു. ശിഖണ്ഡിനി എന്നായിരുന്നു ആദ്യത്തെ പേര്. ശിഖണ്ഡി എന്ന് പേര് കൊടുത്തു. ഇങ്ങനെ വളർത്തി കൊണ്ടുവരുമ്പോൾ ഈ രാജാവ് ഈ പെൺകുട്ടിക്ക് പുരുഷന്റേതായ എല്ലാ വിദ്യകളും പഠിപ്പിച്ചു കൊടുത്തു. സാധാരണ പുരുഷന്മാരാണല്ലോ ആയോധന വിദ്യയിലൊക്കെ മുന്നോട്ട് വരാറുള്ളത്. എല്ലാ തരത്തിലുള്ള ആയോധന വിദ്യകളും പഠിപ്പിച്ചു. ഒരു പുരുഷൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് വിവാഹപ്രായമായപ്പോൾ ദശാർണ രാജ്യത്തെ രാജാവായിട്ടുള്ള ഹിരണ്യവർമ്മന്റെ പുത്രിയുമായി വിവാഹം നടത്തി. പക്ഷെ വിവാഹം നടന്ന് ആദ്യ രാത്രിയിൽ തന്നെ ഈ കുട്ടി, അതായത് ഇദ്ദേഹത്തിന്റെ ഭാര്യ മനസ്സിലാക്കി തന്റെ ഭർത്താവ് പുരുഷനല്ല, ഒരു സ്ത്രീയാണ് എന്ന്. അവൾ വളരെ വിഷമത്തോടുകൂടി തന്റെ അച്ഛനായിട്ടുള്ള ഹിരണ്യവർമ്മനോട് പോയി സങ്കടം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ ദശാർണ രാജാവിന് ഹിരണ്യവർമ്മൻ എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. ദ്രുപദന്റെ അടുത്ത് ചെന്ന് ഞാൻ നിന്നെ ഇപ്പോൾ നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് യുദ്ധം പ്രഖ്യാപിച്ചു. ഇത് കേട്ട് ദ്രുപദനും വല്ലാതെ പേടിച്ചു. ഇനി എന്ത് ചെയ്യുന്നറിയാതെയായി. കാര്യം ശിഖണ്ഡിനിക്ക് വല്ലാത്ത വിഷമമായി. താൻ മൂലം ഈ രാജ്യത്തിന് വലിയൊരു സങ്കടം നേരിടേണ്ടി വന്നുവല്ലോ, തന്റെ അച്ഛൻ വല്ലാതെ വിഷമിച്ചുവല്ലോ എന്നൊക്കെ വിചാരിച്ച് ഈ ശിഖണ്ഡിനിയും വല്ലാതെ സങ്കടപ്പെട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി, കാട്ടിലേക്ക് പോയി. ഇനി ശരീരം ഉപേക്ഷിക്കുക എന്ന് തീരുമാനിച്ചു. ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് ഉപവാസമൊക്കെ സ്വീകരിച്ച് ആരും പ്രവേശിക്കാറില്ലാത്ത സ്ഥൂണകർണം എന്ന വനത്തിലേക്ക്, അവിടെ സ്ഥൂണകർണൻ എന്ന് പേരുള്ള വളരെ ക്രൂരനായ ഒരു യക്ഷനാണ് താമസിച്ചിരുന്നത്. ഈ യക്ഷനുള്ള ഈ വനത്തിലേക്ക് സാധാരണ ആരും പോവാറില്ല. അയാൾ വളരെ ക്രൂരനാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഇവിടെ ചെന്ന് കരഞ്ഞ് 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 അവിടെ ഇരിക്കാൻ തുടങ്ങി. ഈ ശിഖണ്ഡിനിയുടെ വിഷമം മനസ്സിലാക്കി ഈ യക്ഷൻ അവിടേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാനൊരു സ്ത്രീയായി ജനിച്ചു, പക്ഷെ എൻ്റെ അച്ഛൻ എന്നെ പുരുഷനായി വളർത്തി. ഇപ്പം എൻ്റെ വിവാഹം കഴിഞ്ഞു, ആ പെൺകുട്ടിക്ക് ഞാൻ പുരുഷനല്ല സ്ത്രീയാണെന്ന് മനസ്സിലായി. ഇപ്പം എൻ്റെ രാജ്യം വരെ വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ്, അച്ഛനൊക്കെ വല്ലാത്ത വിഷമായി, ഞാനിനി ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈ സങ്കടം കണ്ടപ്പോൾ യക്ഷൻ പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം, ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ പൗരുഷൻ നിനക്ക് നൽകാം, പകരം നീ നിന്റെ സ്ത്രീത്വം എനിക്ക് തരാം, എന്നിട്ട് തികഞ്ഞ പുരുഷനായി നീ തിരിച്ച് രാജ്യത്തേക്ക് ചെല്ലാം. പക്ഷെ നിന്റെ ആവശ്യം നടക്കുന്നത് വരെ മാത്രമേ ഈ ഉടമ്പടി നിലനിൽക്കൂ. നിന്റെ ആവശ്യം നടന്നു കഴിഞ്ഞാൽ നിന്റെ പൗരുഷം എനിക്ക് തിരിച്ചു തരണം, ഞാൻ നിന്റെ സ്ത്രീത്വം നിനക്കും തരാം എന്ന് പറഞ്ഞു. എന്നാൽ ശിഖണ്ഡിനിക്ക് അത് വളരെ സന്തോഷമായി സ്വീകരിച്ചു. അങ്ങനെ ഈ സ്ഥൂണകർണന്റെ പൗരുഷം സ്വീകരിച്ച് ശിഖണ്ഡിനി ശിഖണ്ഡിയായിക്കൊണ്ട് തിരിച്ചു കൊട്ടാരത്തിലേക്ക് ചെന്നു. തന്റെ ഭാര്യയെയും ഭാര്യയുടെ അച്ഛനായ ഹിരണ്യവർമ്മനെയും കാര്യം പറഞ്ഞ് ബോധിപ്പിച്ചു. അവർക്ക് വലിയ സന്തോഷമായി. അങ്ങനെ തികഞ്ഞ പുരുഷനായി, ആയോധന കലയിലും എല്ലാം വളരെ പ്രാഗൽഭ്യമുള്ളവനായി ഈ മഹാഭാരത യുദ്ധത്തിൽ അർജുനന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഭീഷ്മർക്കെതിരെ യുദ്ധം ചെയ്തു. കാര്യം അർജുനനാണ് യുദ്ധം ചെയ്യുന്നത്. ഇത് കുറെ കാലം കഴിഞ്ഞ് സംഭവിക്കുന്നതാണ്. അത്രയും കാലം ശിഖണ്ഡി പുരുഷനായി തന്നെ ജീവിച്ചു. ഈ ഭീഷ്മർ സ്ത്രീകളോട് യുദ്ധം ചെയ്യില്ല എന്നൊരു നിയമമുണ്ട്. പൊതുവെ ആരും ചെയ്യാറില്ല. ഭീഷ്മർ വളരെ ധാർമ്മികനായിരുന്നത് കൊണ്ട് ഒട്ടും ചെയ്യില്ല, സ്ത്രീകൾക്കെതിരെ യുദ്ധം ചെയ്യില്ല. അപ്പോൾ അർജുനനാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ പോലും കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ച് അർജുനന്റെ മുമ്പിൽ ഈ ശിഖണ്ഡിയെ കൊണ്ടുവന്ന് നിർത്തി. ഭീഷ്മർക്കറിയാം ഇത് അംബയുടെ പുനർജന്മമാണ് എന്നും ഇദ്ദേഹം ഇത്ര കാലം സ്ത്രീ ആയിട്ടാണ് ജീവിച്ചത് എന്നും നാളെ സ്ത്രീ അല്ലാതാകുമെന്നൊക്കെ ഭീഷ്മർക്കറിയാം. അതുകൊണ്ട് ഒരു സ്ത്രീ ആയിരിക്കുന്ന ആളോട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് നിരായുധനായിക്കൊണ്ട് നിന്നു. ആ സമയത്ത് അർജുനൻ അമ്പ ഇതാണ് ഭീഷ്മരെ ശരശയ്യയിൽ കിടത്തിയത്. ഇങ്ങനെയാണ് ശിഖണ്ഡിയെ ഉപയോഗിച്ച് ഭീഷ്മരെ അർജുനൻ തോൽപ്പിച്ചത്. അംബയുടെ പ്രതികാരത്തിന്റെ കഥ ഇവിടെയാണ് അവസാനിക്കുന്നത്. അംബയ്ക്ക് ഭീഷ്മരോട് തോന്നിയ പ്രതികാരം, അംബ വീണ്ടും ഒരു ജന്മമെടുത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടാണെങ്കിൽ പോലും ഭീഷ്മരോട് ആ പ്രതികാരം വീട്ടി എന്നാണ് ചരിത്രം അഥവാ കഥ.